പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പരാതിക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അവിടെയും മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ കാലത്തെ കണക്കുകൾ കുറഞ്ഞു വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. മുൻകാലത്ത് എന്തായിരുന്നു? എന്താണ് അതിൻ്റെ ഡാറ്റ? എന്താണ് കമ്പാരിസൺ ഇല്ലെങ്കിൽ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇതിൻ്റെ കൂടെ ഇന്ന് റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തൊരു വാർത്തയുണ്ട്. എത്രയോ വർഷമായി പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയിൽ ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇല്ല. പോലീസിന് പുറത്തുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇവിടെ വരണം എന്ന കോടതി ഉത്തരവും പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ആര് പോകാനാ? അത് ഇന്ന് നിയമസഭയിൽ അനൂപ് ജേക്കബ് നമ്മുടെ വാർത്ത ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു. അത് അദ്ദേഹം പരാമർശിച്ചത് പോലുമില്ല, അദ്ദേഹം കേട്ടതായി പോലും ഭാവിച്ചില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ സർക്കാരിൻ്റെ കാലത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള കണക്ക് പൊളിഞ്ഞുപോയി. അത് കമ്പാരിസൺ ഇല്ലെങ്കിൽ അത് ശരിയാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം ഈ കാര്യത്തിൽ ചെയ്ത നടപടികളെക്കുറിച്ച് വളരെ ഒഴുക്കൻ മട്ടിൽ വളരെ യാന്ത്രികമായിട്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അതോടൊപ്പം അദ്ദേഹം പഴയ കാര്യങ്ങൾ പറയാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. എനിക്ക് പലപ്പോഴും തോന്നിയത് എല്ലാം നെഹ്റുവിൻ്റെ കുറ്റമാണ് എന്ന് പറയുന്നത് പോലൊരു കമ്പാരിസൺ ഡേറ്റ പോലെ തോന്നി. അത്രയും മോശമായിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയല്ല ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ മുറിവുണ്ട്. 30-35 പേർ ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ എന്ന് പറയുകയാണ് ഞങ്ങൾ ഉപദ്രവിക്കപ്പെട്ടു. ഈ വിഷയം എനിക്ക് മനസ്സിലായി. ഈ വിഷയത്തിൽ ഇന്ന തിരുത്തൽ നടപടികൾ ഉണ്ടാകും. അതാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. ആ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി.